എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കുലിസു. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പണം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. എൻ്റെ അച്ഛൻ എനിക്കൊരു ആർട്ടിക്കിൾ തന്നു വായിക്കാൻ. അത് മുഴുവൻ പണത്തെക്കുറിച്ചുള്ളതായിരുന്നു. വായിച്ചപ്പോൾ എനിക്ക് പലതും മനസ്സിലായി. അത് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ പോവുകയാണ്. ആദ്യം, പണം എന്താണ്? നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതാണ് പണം. നമ്മൾ ഭക്ഷണം, കളിപ്പാട്ടം, വസ്ത്രങ്ങൾ വാങ്ങാൻ പണം ഉപയോഗിക്കുന്നു. ഇന്ന് നാണയം, പേപ്പർ നോട്ട് പോലെയുള്ളതോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഓൺലൈൻ അക്കൗണ്ട് പോലെയുള്ള ഡിജിറ്റൽ പണമോ ആയിരിക്കാം. നമ്മുടെ പൂർവികരുടെ കാലത്ത് പണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജനങ്ങൾ ബാർട്ടർ സംവിധാനമാണ് ഉപയോഗിച്ചിരുന്നത്. അതായത്, ഒരാളിന് അരിയും മറ്റൊരാളിന് മീനും ഉണ്ടെങ്കിൽ അത് അവർ എക്സ്ചേഞ്ച് ചെയ്യുമായിരുന്നു. പക്ഷെ ഇത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരാൾക്ക് മറ്റേയാളുടെ സാധനം വേണ്ടെന്ന് തോന്നിയാലോ? എന്തും കൈമാറാനാവില്ല അല്ലേ? അതിനാൽ തന്നെ ആളുകൾക്ക് പകരം വേറൊരു മാർഗം ആവശ്യമായി. അതാണ് പണം എന്നത്. പണം വന്നതോടെ എല്ലാം എളുപ്പമായി. സാധനങ്ങൾ കൈമാറുന്നതിന് പകരം നാണയങ്ങളോ നോട്ടുകളോ നൽകാൻ തുടങ്ങി. പണം എവിടെ നിന്നാണ് വരുന്നത്? പണം പ്രിന്റ് ചെയ്യുന്നത് പ്രത്യേക കേന്ദ്രങ്ങളിലാണ്. ഇന്ത്യയിൽ നോട്ടുകൾ പ്രിന്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ നാസിക്, ദേവാസ്, മൈസൂർ, പിന്നെ സാൽബോണി എന്നിവിടങ്ങളിലാണ്. നാണയങ്ങൾ ഉണ്ടാക്കുന്ന മിന്റുകൾ മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, പിന്നെ നോയിഡ. ഇവയൊക്കെ അതീവ സുരക്ഷിത കേന്ദ്രങ്ങളാണ്. പക്ഷേ ഇഷ്ടംപോലെ പണം പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ കൂട്ടുകാരെ? എല്ലാവർക്കും അധികം പണം ഉണ്ടാകുമ്പോൾ എല്ലാ വിലകളും കയറിപ്പോവും. ഇത് മൂല്യവർദ്ധനവ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറയും. ഇന്നൊരു ചോക്ലേറ്റിന് 10 രൂപയാണെങ്കിൽ എല്ലാവർക്കും അധികം നോട്ടുകൾ കൊടുത്താൽ അടുത്ത ദിവസം ചോക്ലേറ്റിന് 50 രൂപയായിരിക്കും. അതുകൊണ്ടാണ് പണം കുറവായി പ്രിന്റ് ചെയ്യുന്നത്. ഇത് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് നിയന്ത്രിക്കുന്നു. RBI ആണ് നമ്മുടെ പണത്തിന്റെ ബോസ്. ഇനി പറയാം പണത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. നമ്മൾ പണം ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുന്നു. പിന്നെ പണം ബാങ്കിൽ സേവ് ചെയ്യുന്നു. ഡോക്ടർക്ക് ഫീസ് നൽകുന്നതും സ്കൂളിൽ ഫീസ് നൽകുന്നതും പണം ഉപയോഗിച്ചാണ്. പണം സംഭാവനയ്ക്ക് ഉപയോഗിക്കുന്നു. ആവശ്യമുള്ളവരെ സഹായിക്കാൻ. പണം മൂല്യം അളക്കാൻ കൂടി ഉപയോഗിക്കുന്നു. ഒരു പെന്നിന് 10 രൂപയാണെങ്കിൽ പെൻസിലിന് 5 രൂപ. പെന്നിന് വില കൂടുതലാണെന്ന് അറിയാൻ പണമാണ് സഹായിക്കുന്നത്. പണം നമ്മുടെ എല്ലാ സ്വപ്നങ്ങൾക്കും ആവശ്യമാണ്. വിദ്യാഭ്യാസം, യാത്ര, വീട്ടുചെലവുകൾ എല്ലാത്തിനും പണം വേണം. പക്ഷെ പണമല്ല എല്ലാം. പണം പ്രധാനപ്പെട്ടതാണ്. പക്ഷേ കുടുംബവും സ്നേഹവും ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാനും കുഞ്ഞാണ്, പക്ഷേ എനിക്കും പണമുണ്ട്. എനിക്ക് ചിലപ്പോൾ പോക്കറ്റ് മണി ലഭിക്കും. ഞാൻ അതെൻ്റെ പിഗ്ഗി ബാങ്കിൽ സൂക്ഷിക്കും. എല്ലാം കൂടി അവസാനം ഒരു പുസ്തകമോ അല്ലെങ്കിൽ കളിപ്പാട്ടമോ വാങ്ങും. പണം ആവശ്യത്തിൽ കൂടുതൽ ചിലവാക്കരുത്. ചെറിയ വയസ്സിൽ തന്നെ കൃത്യമായി പണം ചിലവഴിക്കുന്നത് നമുക്ക് പഠിക്കണം. ഒരിക്കൽ അച്ഛൻ പറഞ്ഞു, കുലിസു, പണം നല്ലൊരു ദാസനാണ്, പക്ഷേ മോശം യജമാനനാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് പണം നിയന്ത്രിക്കാം, പക്ഷേ പണം നമ്മെ നിയന്ത്രിക്കരുത്. നാം എല്ലാം ഉപേക്ഷിച്ച് പണത്തിന് പിന്നാലെ പോയാൽ സന്തോഷം പോകും. അതിനാൽ പണം ഗൗരവത്തോടെ കാണണം, പക്ഷേ പിശുക്കരുത്. അവസാനമായി എനിക്ക് മനസ്സിലായത് പണം ജീവിതം എളുപ്പമുള്ളതാക്കുന്നു. ഭക്ഷണം, മരുന്ന്, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് പണം സഹായിക്കുന്നു. പക്ഷേ സത്യസന്ധമായി നേടണം, ഉപകാരപ്രദമായി ചിലവഴിക്കണം. അങ്ങനെയായാൽ പണം നമ്മുടെ നല്ല കൂട്ടുകാരനാകും. നന്ദി. അച്ഛൻ തന്ന ലേഖനത്തിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ പഠിച്ചത്. നിങ്ങൾക്കും ഇത് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.